ഹായ്, നമ്മുടെ ഈ ചാനൽ അപ്പം അടുത്തൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പണി ഇന്നലെ രാത്രി കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻകറി ചോറുന്ന ഒരു ആഗ്രഹം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഈ പിന്നെ മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അരി അടുപ്പത്തിലിട്ട്. നല്ല ഫുഡ് ഇന്നോട്ട് ഫുഡൊന്നും ഇല്ല, അതറിഞ്ഞില്ല. അപ്പോൾ അതേ രാവിലെ ഒരു 7 സമയം കണ്ടിട്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു മുതിരപ്പേരി ഇനിയിപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ കുറച്ചിട്ട് കഴിച്ചെന്നുള്ള അങ്ങനെ നമ്മുടെ ലിവറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അത് പോയാലും ഞാൻ അപ്പം പോകുമ്പോഴേക്കും പരമാവധി ഒരു 3-4 കിലോ കുറയ്ക്കാൻ പറ്റുമോ നോക്കി നോക്കാം അത്രേ ഉള്ളൂ. നമുക്ക് ഉണ്ണോക്ക് സ്കൂൾ പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ 2-3 തരം ഉണ്ടാക്കേണ്ട വെച്ചിട്ട് ഞാൻ പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ നോക്കാറുണ്ട്. അതാണ് എന്നാലും പരമാവധി ഡയറ്റും കാരണം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും മീൻകറി ഉള്ളാനം രാവിലത്തേക്ക് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ കുണുക്കമ്മോൻ്റെ കാര്യത്തിൽ ഹാപ്പി. അവന് പുട്ടും മീൻകറി ഇഷ്ടമായിട്ടാ. ഞാൻ പറയാം കുണുക്കമ്മോന് പുട്ടും മീൻകറി ഇഷ്ടമായിട്ടാ. അപ്പോൾ അന്ന് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് തന്നെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തന്നെ ഓരോ കഷ്ണം ഗോതമ്പ് പുട്ടും കോഴിമുട്ട പുഴുങ്ങിയതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഡയറ്റ് ചേച്ചി ഇങ്ങനെ തടി കുറച്ച് കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എപ്പോഴും എനിക്ക് കമൻറ്റിലൂടെ പേഴ്സണലായിട്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടാലും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇങ്ങനെ തടി കുറച്ച്, ചേച്ചി ഇങ്ങനെ തടി കുറച്ചത്. അപ്പം ഇന്നോട്ട് നമ്മൾ തുടങ്ങിയല്ലേ യുദ്ധം പഠിച്ച് വാ യുദ്ധം തുടങ്ങും. പിന്നെന്തേ അയ്യോ അത്ര നല്ല മനസ്സാണ് എൻ്റെ പൊന്നെ. ഒരു ചോറ് കണ്ട കമന്ന് വീഴുന്ന മനുഷ്യൻ. കമ്പനിക്ക് വേണ്ട കേട്ടോ, നമുക്കും കൂടി വേണമെന്ന് തോന്നണം. അന്നേരം കാര്യമല്ല. എന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണോ? എനിക്ക് വേണ്ടിയിട്ടാണോ? സത്യം പറ മനുഷ്യ. അയ്യോ അങ്ങനെയുള്ള കേരളം ഫ്രിഡ്ജിലോട്ട് നിറച്ച് നല്ല മഴയുണ്ട്. കുഴപ്പമില്ലാണ്ട് പെയ്തിട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഗോതമ്പ് പുട്ടും അവര് കരിപ്പുട്ടും ഉണ്ടാക്കി വെച്ചാലോ? എത്ര കഷ്ണം പുട്ട് വേണം ചോദിച്ചിട്ട് അതിനനുസരിച്ചുണ്ടാവും. കൂടുതലൊന്നും എനിക്ക് ഒറ്റ പീസ്. അത് ഉച്ചത്തെ എന്റെ മൂഡ് അനുസരിച്ചിരിക്കും. അത് ഞാൻ കണ്ടു. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. ഇല്ല ഒരു കഷ്ണം അമ്മേനെ വിളിച്ച് കരയൂ. അമ്മ പറഞ്ഞ പോലെ ഒരാഴ്ച തരേ അടച്ച അമ്മ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോ പോയപ്പോ ഭക്ഷണം കഴിച്ചിപ്പോ ഉച്ചയുണ്ട്. അപ്പൊ എന്നില്ല ഒരു നേരം കഴിച്ചുള്ളൂ. ഉച്ചയൊരു സമയം രാത്രി ആവാറായിട്ടില്ലേ? അന്ന് രാത്രി ആവാറായിട്ടുണ്ട്. അപ്പൊ എന്നില്ല ഒരു നേരം കഴിച്ചുള്ള അമ്മ എന്നാണ്. 5-8 നേരം ചോറുണ്ടായിരുന്നു എൻ്റെ മോനാ. അവനിപ്പോ ഫുഡ് പോലും കിട്ടി. അമ്മ ചോദിച്ചു മരുകൾക്ക് വെച്ചു കൊടുക്കാൻ മടിയായിട്ട് മോന് ഫുഡ് കിട്ടണില്ല എന്ന് അമ്മ ചോദിച്ചു. അപ്പം ഞാൻ മോളെ അമ്മ പണ്ടത്തെ കാലമൊന്നുമല്ല, മക്കൾക്കൊക്കെ വയസ്സായി, നമുക്കൊരു കാലഘട്ടം ആകുമ്പോൾ ഫുഡൊക്കെ കുറച്ച് കുറയ്ക്കണം. കാരണം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അല്ലാണ്ട് ഫുഡ് ഇല്ലാണ്ടല്ല. അന്നാണല്ലേ വീട്ടിൽ മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, ഒരു ഉപ്പേരിയുണ്ട്, പുളിശ്ശേരിയും, അങ്ങനെ 4-5 കറിയൊക്കെ വെച്ച് ദിവസമല്ലേ. ഞാൻ ഒരു കുറവ് വീട്ടിലില്ല അമ്മ. ഫുഡിനൊക്കെ അത്യാവശ്യം ദൈവത്തിനനുസരിച്ച് ഫുഡിന് നമുക്കൊരു കുറവ് ദൈവം വരുത്തില്ല. അപ്പം അതിൻ്റെ കുറവൊന്നും ഇല്ല. പക്ഷെ ഇതാണ് കാര്യം തന്നെ. അമ്മയ്ക്ക് ഇഷ്ടമായി എൻ്റെ ചേർത്ത് നേരം ഭക്ഷണം കഴിക്കുന്ന മോന്. പക്ഷേ നമ്മളെ റിസ്കിലേക്കാണ്. എൻ്റെ ചോറുണ്ട് കഴിഞ്ഞാൽ യാതൊരു കൺട്രോളും ഇല്ല. ഞാനെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ചോറ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇത്ര ഒരു ചട്ടക ചോറ്, അത് എന്ത് തല വരും ഞാൻ ഒരു ചട്ടകത്തിന് മേലെ ഞാൻ ചോറ് എടുക്കില്ല. പക്ഷെ അതിനകത്ത് അതല്ല,
അല്ലാണ്ട് ചോറുണ്ട് കഴിഞ്ഞാൽ ആള് മാറും. ഞാൻ 5-8 നേരം കഴിച്ചു. ഞാൻ എല്ലാരും എന്നെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ വെച്ചിട്ടാ. എല്ലാരും ഒന്നിച്ചല്ലല്ലോ കഴിക്കാം. അപ്പൊ ഓരോരുത്തർ വരുമ്പോ ഓരോരുത്തർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 5-6 നേരം കഴിക്കും. അതാ പറയാ, ഒരുമിച്ചല്ലല്ലോ കഴിക്കുക, എല്ലാരും ഒന്നിച്ചല്ല. അപ്പൊ ആ കഴിക്കില്ല. അപ്പൊ ഓരോരുത്തര് വരുമ്പോ അവരെ കമ്മിക്ക് വേണ്ടിട്ട് അതാ പറയുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ചാലാണ് എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ചോറ് തളച്ചുണ്ടി ചോറിന് ഭ്രാന്തായിരുന്നു. എന്നിട്ട് എൻ്റെ ഞങ്ങളുടെ കല്യാണമായിട്ട് വിരുത്തോട് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട് പോളേട്ട എന്നോട് വീട്ടുകാരോട് പറഞ്ഞത് തളച്ചോട്ടെ 5-6 നേരം ചോറുണ്ടോട്ടാ അവരെ മറക്കലേ തന്ന് കേട്ടാ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാണ് കേട്ടോ അരിപ്പൊടി എടുത്ത് വെച്ചിട്ട്. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഗോതമ്പ് പുട്ടും പിള്ളേർക്കും പിന്നെ ഷെബി പേരാണെങ്കിലും വെച്ചിട്ട് അരിപ്പുട്ടുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പുട്ട് ഞാൻ കുറച്ച് നേരം നനച്ച് വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കും കേട്ടോ. അജ്മീര് പുട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട്. അപ്പോൾ ഞാൻ അത് ഓർണടിക്കുന്ന ശബ്ദം വേറെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങളിത് വണ്ടിയിലാണ് ഒരു ഷെബിന് വേണ്ടി സർവീസിന് കൊടുത്തു. ഞാൻ പറഞ്ഞപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അതോടെയാണ് അങ്ങനെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പരിപാടിയിലാട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി പ്രാവശ്യം പുട്ടുപൊടി കിട്ടിയത് നല്ല പൊടിയാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ട് ഉണ്ടാക്കുമ്പോൾ. വേറെ കറികളോ കാര്യങ്ങളൊന്നും വേണ്ടിയിട്ട് നമുക്ക് ഒരു ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാട്ടോ. അങ്ങനെ നമ്മൾ അടുത്തത് മുതിരപ്പേരി ആട്ടോ. അപ്പോൾ ഒന്ന് കൊടുക്കുന്നത് രാവിലേക്ക് ഞാൻ തലേദിവസം ഇറങ്ങുമ്പോൾ ഞാൻ ചോദിക്കും ഇന്ന് എന്താ വേണ്ട ഉപ്പേരിക്ക് ചോദിക്കും. അപ്പോൾ അവർ പറയട്ടെ അവർക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിൽ അവർ പറയും. അവർക്ക് അതിനനുസരിച്ചാണ് ഉണ്ടാകട്ടെ. അവർക്ക് എനിക്ക് തോന്നുന്നു വെറൈറ്റി കുറേ ഫുഡിനേക്കാൾ അവർക്ക് ഇഷ്ടം ഉപ്പേരികൾ മാറ്റി മുട്ട ഓംലേറ്റ്, ചമ്മന്തി, തൈര്, പപ്പടം കാച്ചിൽ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ മുതിര അനുവേട്ടനെ വേവിക്കുക വെച്ചാൽ അപ്പോൾ കുറച്ച് വെള്ളം കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുട്ടിലേക്കുള്ള മുതിരച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുണുക്കിനെ ഉപ്പേരി ആയതിന് ശേഷം ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ. ഉണ്ണോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം വൈകിണ്ടായത് എണിച്ച് വരുമ്പോൾ തന്നെ. എന്താ വെച്ചാൽ നമുക്ക് ഉറക്കം കറക്റ്റ് ഇല്ല. ഉണ്ണോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ വെട്ടലും ഒട്ടിക്കലും കാര്യങ്ങളായിട്ട് രാത്രി 1 മണിയൊക്കെ നമ്മളൊന്ന് പോയി കിടക്കണത്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഉച്ചയ്ക്ക് ഉറക്കില്ല. ആകെ 3-5 മണിക്കൂർ ഉറങ്ങണുള്ളൂ അല്ലേ. ഇപ്പോൾ കണ്ട സിഗരറ്റിൽ ഒരാൾ വണ്ടി ഓടിച്ചിട്ട് കോട്ടായി ഇടുക. ഉറക്കം വരിക, എന്ത് ചെയ്യുക, വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ രാവിലെ ചിയാസീഡ് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. പിന്നെ ഞാൻ വെച്ച് മുതിരയിൽ ഇത്ര ചാറുള്ള സ്ഥിതിക്ക് വറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നേരം. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് മുതിരച്ചാറ് ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണികൾക്ക് കൊടുത്തേക്കണേൽ ഇങ്ങനെ ചാറ് പോലെ ചോറിലിട്ട് കഴിഞ്ഞാൽ അത് ലീക്കാവില്ലേ പാത്രത്തിൽ നിന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് മുതിരയിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് പുട്ടിൻ്റെ കൂടെ മുതിരയും പുട്ടും ഭയങ്കര ടേസ്റ്റാട്ടോ. നല്ല ഗ്രേവി ആയിട്ട് അങ്ങനെയും ടേസ്റ്റ്, അതും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങി. മുട്ട ഓംലേറ്റുള്ള സബോള അരിഞ്ഞ് വെച്ചു. അന്വേഷണം കൂടുതലുള്ള കാര്യം നമ്മുടെ കാര്യം പെട്ടെന്ന് കേട്ടു. അപ്പോൾ അതിനായിട്ട് അവിടുന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി എടുത്തിട്ട് മുകളിൽ ടെറസിൻ്റെ മുകളിൽ തോരിടാൻ പോയിട്ട് അതാണ് മുതിര കുറച്ച് മുതിരയും കുറച്ച് ഗ്രേവി ആയിട്ട് മാറ്റി വെച്ചു വിട്ടാ. അപ്പോൾ മുതിര ഇതിൽ കൂടി തോന്നിയപ്പോൾ അതിന് കുറച്ചും കൂടി എടുത്ത് ഞാൻ അപ്പുറത്തേക്ക് ഇട്ടു. എന്താ വെച്ചാൽ മുതിരപ്പേര് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചോറിലേക്ക് അതിന് കുണിക്കുന്നതിൽ വേറെ ഒന്നും വേണ്ട, അതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇന്നലെ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചീനിച്ചട്ടി വെച്ചിരിക്കുന്നു. ഈ നോൺ സ്റ്റിക്കിൻ്റെക്കാളും ഓംലേറ്റ് ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഓംലേറ്റിൻ്റെ ടേസ്റ്റ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നോൺ സ്റ്റിക്ക് അല്ലല്ലോ, ഇരുമ്പിൻ്റെ ചട്ടിയെ തോന്നുന്നു. ഇരുമ്പിൻ്റെ ചട്ടി, അതിലൊക്കെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കേട്ടാ ആ ദോശയ്ക്ക്. അതാ, പക്ഷെ നമുക്ക് ഗ്യാസ് വയ്ക്കുമ്പോൾ ഇതുവരെ കല്ലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ അത് ഗ്യാസ് കുറേ നാൾ വെച്ചപ്പോൾ അത് ഒരു പ്രാവശ്യം ടേന്ന് ചെയ്തൊരു ശബ്ദം കേട്ടു, പൊട്ടിയതാണ്. പക്ഷേ പൊട്ടിച്ച് ഇതരൊന്നുമില്ല, ചിന്നിയപ്പോൾ ഭയങ്കര ശബ്ദമാണ്. അതിന് ശേഷം ഞാൻ പിന്നെ ഉപയോഗിക്കലില്ല കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ ദിവസം നമുക്ക് തന്നെ നോക്കി മേടിച്ച് നോക്കണം. അങ്ങനെ ഞാനിത് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട്, അപ്പോൾ 2 കുണുക്കിക്ക് ഓരോന്ന് കഴിക്കാം. എനിക്ക് അതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പോലെ കോഴിമുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് 4 കോഴിമുട്ട പുഴുങ്ങിയിട്ടാ. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കോഴിമുട്ടയ്ക്ക് എന്താ പ്രശ്നം വെച്ചാൽ കറക്റ്റ് തൊലി ഇതാക്കി വരില്ല. നമ്മൾ സാധാ കഴിയുമ്പോൾ അന്നൊന്ന് ഫ്രഷായിട്ട് വരണം, തൊണ്ട് വരില്ല. എന്ത് വരില്ല എന്ന് പറഞ്ഞ് തൊലി എന്ന് പറഞ്ഞല്ലേ, സോറി കേട്ടാ തൊണ്ട്. പിന്നെ ഈ നല്ല കട്ട തൈര് ഉണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ചുവന്നുള്ളിയും ഇഞ്ചിയും മല്ലിയിലും ഉപ്പിട്ട് 2 കറക്കം കറക്കി വന്നപ്പോൾ വേണ്ട ആ തൈരൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ വെറുതെ കുടിക്കാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ മല്ലിയിലയുടെ ഫ്ലേവറായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെറുതെ കഴിച്ചതിന് ശേഷം അതൊന്ന് കുടിച്ചു നോക്കിയത്, ഉപ്പുണ്ടോ എന്ന് നോക്കിയതാട്ടോ. പക്ഷേ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് വന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുടിച്ചു.
പിന്നെ നമ്മൾ ഫുഡായതായതൊക്കെ നമ്മൾ വേഗം ഇപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുപോയിക്കിട്ടും. ഇപ്പുറത്തെ അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ നമുക്ക് ഫുഡ് പാത്രത്തിലാക്കട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയി. പിന്നെ നാളികേരം പുട്ടിന് ശരിക്കപ്പോൾ ഒരു 2-3 ടീസ്പൂൺ നാളികേരം ബാക്കി വന്നു. അപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ട് ഒരു 5-6 വറ്റൽമുളക് കഴുകിയിട്ട് അതിലേക്കിട്ടു. ഒരു 2-3 ടീസ്പൂൺ ചെമ്മീൻ നന്നായി കഴുകിയിട്ട്, ഞാൻ എസ്റ്റോന്നാണ് ചെമ്മീൻ മേടിക്കാറ്, അത് തലയുണ്ടാവില്ല, അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നന്നായി കഴുകിയിട്ട് അതും ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം നമ്മൾ എയർ ഫ്രയറിൽ വെച്ചു കേട്ടോ. ഒരു 5 മിനിറ്റോളം എയർ ഫ്രയറിൽ വെച്ചു. അത് നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടാ. ഇനി ജസ്റ്റ് എടുത്തുകൊണ്ട് പുളി തൈര് ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താണ്ടോ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തി. ഇടയ്ക്ക് എയർ ഫ്രയർ ഉപകാരം തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഇതാ കപ്പിലാണ്ടി വറക്കാനും ഈ ചെമ്മീൻ പൊടി ഉണ്ടാക്കാനും നല്ലതാട്ടോ. എന്താ വെച്ചാൽ വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ലൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ചെമ്മീനൊക്കെ കഴുകിയത് കുറച്ചിടുക, അങ്ങനെ കുറേശ്ശെ ഇട്ടിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ നല്ലതാട്ടോ. അങ്ങനെ നമ്മൾ ചോറാണ് കേട്ടോ ഞാൻ എടുത്തത്. ഉണിക്ക് പറഞ്ഞിട്ട് കുറച്ച് ചോറ് മതി, അങ്ങനെ ഉണിക്ക് കുറച്ചാക്കിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഒരു ടീസ്പൂൺ ഒരു ചെമ്മീൻ ചമ്മന്തി ആക്കണം കേട്ടോ. ചെമ്മീൻ പൊടി എന്ന് പറയാം, ചെമ്മീൻ ചമ്മന്തി എന്ന് പറയാം, അത് ഇഷ്ടമായിട്ടോ. കുണുക്കനായാലും കുടുക്കിക്കായാലും ഇഷ്ടമായിട്ടോ. അങ്ങനെ ചെമ്മീൻ പൊടി ഇട്ടു. പിന്നെ കുറച്ച് മുതിരപ്പീര അത്യാവശ്യം നല്ല ചൂടിയുള്ളത്, നല്ല എരിവുള്ള മുതിരപ്പീര കേട്ടോ. അപ്പോൾ ഒരുപാട് ഇടണില്ല, കുറച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അവർ കഴിക്കും കേട്ടോ, അവർക്ക് എരിവ് ആയാലും പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യമൊക്കെ എരിവ് കഴിക്കും. പിന്നെ കുറച്ചിട്ടു. പിന്നെ ഒരു ഓംപ്ലേറ്റ് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണാട് ഉച്ചത്തെ ലഞ്ച് ബോക്സ് സെറ്റായി. ഇനി നമുക്ക് കുറച്ച് തൈര് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തൈര് നമ്മൾ പച്ചമുളകും മല്ലിയിലൊക്കെ ഇട്ടിട്ട് അടിച്ച് വെച്ച് തൈര് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആ കൂട്ടാൻ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണാൾക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് സെറ്റായിട്ടാണ്. എന്താ വെച്ചാൽ ഒന്നൊന്ന് നല്ല ഫ്രഷ് ഫുഡ് കൊടുത്തേക്കുമ്പോൾ എനിക്കതൊരു സന്തോഷം കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ളത് അവരോട് ചോദിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാറ്. അവർക്ക് എന്താ വേണ്ടത് എന്നാലേ അവർ കഴിക്കുള്ളൂ. അങ്ങനെ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ പൊതിഞ്ഞ്, അതായത് ടവലിൽ പൊതിഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ 2 കൂടിയിട്ട് ഒരുപാട് ടൈറ്റിലാണ്, 1 ദിവസമാക്കി പൊതിഞ്ഞു കേട്ടോ. സത്യം ഈ കുറേ നാളായിട്ട് എനിക്കും ചോറ്റും പാത്രത്തിൽ ചോറുണ്ടാ കൊതിയാണ്. എന്താ വെച്ചാൽ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി തരാം. തരി നാളികേരം ബാക്കിയൊന്നും പുട്ടിരുത്ത പക്ഷെ ഉണ്ടല്ലോ വളരെ ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ണുകൾക്ക് രാവിലെ കഴിച്ചു വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ പുട്ടിലേക്ക് കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ച് ഉടച്ച് ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിയും കുറച്ച് ചെമ്മീൻ ചമ്മന്തി നത്തൂരി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അവർ കഴിക്കട്ടെ വെച്ചിട്ട് അത് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് അങ്ങനെ നമ്മൾ ഈ സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള വെപ്രാളം പരിപാടികളൊക്കെ വേണ്ടത്. നമ്മുടെ കുണുക്ക എവിടെ കുണുക്ക? ഹായ് കുണുക്കളെ, കുളി വേണോ? ഫ്രണ്ട്സിന് കിട്ടില്ല, അപ്പൊ കളിക്കാലോ. പഠിക്കണം വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോകട്ടെ. ദൈവമേ, രാവിലെ ഇവിടെ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങി കിട്ടണ പേർക്കുള്ളൊരു പണിന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിൽക്കുന്ന പണിയുള്ള. പക്ഷെ നമ്മൾ കുളിക്കാൻ നിൽക്കുന്ന കുളിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ വെച്ചേക്ക് ഇവരെ കൊണ്ടാക്കാൻ അമ്മ ഞങ്ങൾക്ക് വെറൈറ്റി സാധനം ഉണ്ടാക്കി തരും. അമ്മ ഒന്നും പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഇല്ല. നല്ല മുതിരപ്പേരി ഉണ്ട്, നല്ല മോര് കഴിച്ച് കുടിച്ചോളട്ടെ തൈര്. അമ്മ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും ഇഞ്ചി ചോളൊക്കെ, പിന്നെ കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, കുറച്ച് മുതിരപ്പേരി ഉണ്ട്, ഒരു ഓംലേറ്റ് ഉണ്ട്. ആ കുണുക്കിന് മുതിരപ്പേരി ചെമ്മീൻ ചമ്മന്തിക്ക് കുണുക്കിന് ഫേവറേറ്റ് ആണ്. തൈര മഞ്ഞമോര് ചോറ് നാളെ കുണുക്കിനെ നേട്ടം കൊണ്ടാക്കി തരട്ടെ. ഇന്ന് കുണുക്കിന് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകാറില്ല. ഇന്നെന്തോ ഭയങ്കര വിഷമം, വീട്ടിൽ നിന്ന് കരഞ്ഞിട്ട് വന്നിട്ട് എന്താന്ന് അറിയില്ല. ഇങ്ങനെ സങ്കടം വരും, കണ്ണിന് ഇങ്ങനെ വെള്ളം വരിക. അപ്പോൾ അതിനെ ഓളിയും ബഹളോ തിക്കും തിരക്കുണ്ടെങ്കിൽ അതിന് വലിയ വിഷമമുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ ഇങ്ങനെ മൂവത, പിന്നെ ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ വെള്ളം എൻ്റെ വിട്ട. സത്യം പറഞ്ഞാൽ അതാ നമുക്ക് ഏറ്റവും ടെൻഷൻ. ഓളിട്ട് കയറാൻ ഇടാവുന്നുണ്ട് 4 ചീത്തയെങ്കിലും പറയാം, പക്ഷെ ഇത് ചീത്ത പറയാൻ ഒന്നിനും പറ്റില്ല. എന്താന്നല്ല അതിന് മനസ്സിന് ഭയങ്കര ഒരു വിഷമവും ടെൻഷനുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പം ഞാൻ ഉമ്മ കൊടുക്കാൻ വിളിച്ചില്ല, ഞാൻ കുണുക്കാന്ന് വിളിച്ചു. അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ അയ്യോ എനിക്ക് ഭയങ്കര വിഷമമായി കണ്ടപ്പോൾ. എന്താന്നല്ല, അല്ലെങ്കിൽ അവൻ കരയാറില്ല. ഇന്ന് എന്താ പറ്റിയാണോ അവന് മനസ്സിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്തോ മനസ്സിന് എന്തോ പഠിച്ച പടിയല്ല. ഞങ്ങൾ സത്യം പറഞ്ഞ കീര് ചുരിദാറൊക്കെ കേട്ടോ.
ദാരിദ്ര്യം പറയണമെന്ന് പറയണ്ട. വേറെ ഒന്നല്ല, ഞങ്ങൾ കുടിക്കലും കൊണ്ടാക്കി സ്കൂളിലൊക്കെ പോയതാ. പക്ഷെ അവിടുന്ന് നോക്കിയപ്പോ പൊന്നുന്റെ ഷെബിയുടെ വണ്ടി സർവീസിനായിട്ടിരിക്കല്ലേ, അവരേതോ ഒരു പാട്ട സ്കൂട്ടർ സ്കൂട്ടർ വരുന്ന ആരുടെയോ. അപ്പോൾ അവര് സ്കൂട്ടർ ഷെബി കൊണ്ടായിട്ട് വീട്ടിൽ വെച്ചിട്ട് നടന്നു. ഞങ്ങൾ സ്കൂളിൽ കുണിക്കിനാക്കിയിട്ട് നേരെ കാർത്തൂന് ഭയങ്കര ഛർദി കുട്ടിക്കാണല്ലോ. അവള് പാമ്പേഴ്സിൽ എപ്പോഴും കുഴപ്പമില്ല, പക്ഷെ അവളിങ്ങനെ നടന്നുകൊണ്ടെങ്കിൽ എപ്പോഴും പെട്ടെന്ന് താഴത്തേക്ക് അപ്പിട്ടാലും കുട്ടിക്ക് ഭയങ്കര ടെൻഷനാ, വിഷമ കുട്ടിക്ക്. അത് കൊടുക്കണുണ്ടായിരുന്നു ഈ സ്വഭാവം ഭയങ്കര. ഇപ്പൊ കാർത്തുമ്പോ ഛർദിച്ച് പൊന്നുവിന്റെ മേത്താകുമ്പോഴേ അവൾക്ക് വിഷമം, അവള് കാരണം മറ്റുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് അത് കൊടുക്കണുണ്ടായിരുന്നു കേട്ടാ. അത് കാർത്തുമ്മയ്ക്കും ഉണ്ട്. അതില്ലാണ്ടിരിക്കില്ലല്ലേ, മാമനും മക്കളല്ലേ, അതില്ലാണ്ടിരിക്കില്ലൊക്കെ ഒരേ സ്വഭാവമല്ലേ. ഏത് നാട്ടിൽ പോയാലും എവിടെ പോയാലും എന്ത് പോയാലും നമ്മള് ആ ഒരു ഇത് കിട്ടാണ്ടിരിക്കില്ലല്ലേ ബ്ലഡിന്റെ. ആരെങ്കിലും കാർത്തുമ്പക്ക് കൊടുക്കേണ്ട അതേ ഒരു മെന്റാലിറ്റി സ്വഭാവം മാമന്റെ. മാമൻകുട്ടിയാണ് ഒന്നാമത്. മാമന് കാത്തുമ്പോ ടേക്കേറിലും പണിത് കാണാൻ പറ്റുന്ന എന്താണോ ആ കുട്ടിക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും തിങ്കളാഴ്ച തൊട്ട് കാത്തിന് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എല്ലാവരും ഇനി പയ്യമ്പ കയറിയിട്ട് ഇതാക്കണ്ട കേട്ടോ. എന്താ കുട്ടീനെ നോക്കാൻ ബുദ്ധിമുട്ടാണ്, കുട്ടീനെ 1.5 വയസ്സാകുമ്പോഴേക്കും. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മളിപ്പോ ഈ ഒരു ബിസിനസ് തുടങ്ങിയോട് കൂടിയിട്ട് നമുക്ക് സത്യം ഒന്നിനും ടൈം തികയണില്ല. അതാണ് പാക്കിങ് ബുക്കിങ്. നമ്മൾ ഏറ്റെടുത്ത സാധനം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വം വേണം. ഇപ്പൊ നമ്മൾ സ്റ്റാഫ് ഉണ്ട്, ആ സ്റ്റാഫിനോട് ഒക്കെ ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും അതിലൊന്നും വന്നാൽ എല്ലാ സ്റ്റാഫിന്റെ പേര് നമുക്ക് ഇടാൻ പറ്റില്ല. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ നടത്തുന്നൊരു ബിസിനസ്, അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾക്ക് എത്ര ശ്രദ്ധിച്ചാലും തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരിൽ ചെറിയ തെറ്റും കുട്ടികളൊക്കെ പറ്റും. പക്ഷെ അപ്പം അത് നമ്മൾ ഡീൽ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ഇന്നേരം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. അതായത് ഒരാൾക്കിനെ 2 മാല അയച്ചു കൊടുത്ത് കൂടുതലുള്ളൂ കിട്ടാണ്ടൊന്നും അല്ല. അപ്പോഴും അതാണ് ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. കൊറിയർ നമ്മൾ ഷോപ്പിലൊന്നും എടുക്കുന്നത് പോണ പോലെയല്ല, നമുക്കിത് ഒരുപാട് ഉത്തരവാദിത്തമാണ്. അപ്പോൾ പിന്നെ പൊന്നു സാരി എടുത്ത് ഫോട്ടോ ഇടണം, പൊന്നിന് വീഡിയോ എഡിറ്റ്. എനിക്കും പൊന്നിനുള്ള പണി വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഞങ്ങൾക്കാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമാണ്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റിങ് ഇവർ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ആ നേരം നമുക്ക് വേറെ വല്ല പണി ചെയ്യാം. അപ്പോൾ ഈ രണ്ടും നമുക്കാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. വീണ്ടും വീണ്ടും പറയണം നമ്മൾ സാരി കാരണം. അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ചേച്ചി എല്ലാവരും ഡെയിലി സാരി കൊടുക്കണവരല്ല, ഡെയിലി ചുരിദാർ ഇടുന്നവരാണ് കൂടുതലും. അപ്പോൾ ചേച്ചി നമുക്കെല്ലാം അറിയാം, എല്ലാ ഐഡിയകളും ഉണ്ട്. ആദ്യം എന്നോട് എല്ലാവരും പറഞ്ഞു, ചേച്ചി സാരി തുടങ്ങി, ചേച്ചി നിങ്ങൾക്ക് സാരി എടുക്കാനാണ് നിങ്ങളുടെ സാരി. അങ്ങനെയാണ് ഞാൻ സാരി ബിസിനസ് തുടങ്ങിയത്. അതൊക്കെ ഇപ്പോൾ ഓർണമെന്റ്സിന് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഓർണമെന്റ്സ് റെന്റ് അല്ലാണ്ട് സെയിലിൻ്റെ തുടങ്ങി, ചേച്ചി സെയിലിന്. അപ്പോൾ അതും തുടങ്ങി. ചുരിദാറിൻ്റെ പറയുമ്പോൾ നമുക്ക് എല്ലാം തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ലക്ഷങ്ങൾ എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ഇറങ്ങണം. ഇപ്പം നമ്മൾ ദാരിദ്ര്യം പറിച്ചിട്ടൊന്നും കേട്ടോ, നമ്മളൊരു ബിസിനസ് ആകുമ്പോൾ ഉള്ളവന്മാരാണെങ്കിൽ ഉള്ളവരുടെ ഇല്ലാത്ത ഉള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടും പിടിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്ത് ചാടിയ ശേഷം നമുക്ക് എന്തായാലും അതിന് കുറേ ലാഭങ്ങളോ കാര്യങ്ങളോ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് 1 വർഷമൊക്കെ പിടിക്കും നമ്മളിതൊന്ന് സെറ്റായി വേണമെങ്കിൽ. ഒരു ബിസിനസ്സിന് നമ്മൾ സെറ്റായി വേണമെങ്കിൽ എന്തായാലും 1 വർഷം കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ ചുരിദാറിൻ്റെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇന്നില്ല. പക്ഷെ നമുക്കതിന് സാഹചര്യം ചുരിദാർ 1 ലക്ഷം രൂപയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 1 ലക്ഷം കാര്യമൊക്കെ നമ്മുടെ കയ്യിൽ തടയുകയാണെങ്കിൽ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പൊ കൊറേ കമന്റ് അതിക്ക് വരുന്നുണ്ട്, ചേച്ചി എല്ലാ ഇപ്പൊ ടീച്ചേഴ്സ് സത്യാണ്. ഒരു സ്കൂളിൽ പോയാലൊരു 20 ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു 12 ആൾക്കാർ ചുരിദാറാണ്. അതല്ല ഇപ്പൊ സൗകര്യം വെച്ചിട്ട് നമുക്ക് ആഗ്രഹമില്ലാണ്ടല്ല. ഇന്നിപ്പോ എല്ലാരും നമ്മുടെ സ്കൂളിൽ എല്ലാവരും ടീച്ചറോ സാരിയാ കണ്ടാ? ഇല്ല, കുണിക്കന്റെ ടീച്ചറെ കണ്ടില്ല, അല്ലാതെ സാരി എടുത്ത് കണ്ടിട്ടില്ല. ചുരിദാറാണ് കുണിക്കയുടെ ടീച്ചറെ കണ്ടു. കുണിക്കിന്റെ ടീച്ചർ സാരി കൊടുത്തത് സുന്ദരിക്ക്, അതിൻ്റെ ഓറഞ്ച് സാരി കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങേണ്ടത്. നമുക്കറിയാം. എനിക്കാണെങ്കിലോ റെഡിമെയ്ഡ് തുടങ്ങാനും പറയണ്ട. പക്ഷെ റെഡിമെയ്ഡ് തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ സത്യമാണ്, ഞാൻ ചുരിദാർ എടുക്കാൻ പോകുമ്പോഴേക്കും ഒരു പ്രശ്നം. ചില കമ്പനി സാധനങ്ങൾ XXL കൂടും, ചിലത്
ഡബിൾ എക്സിൽ കൂടുതൽ, ട്രിപ്പിൾ എക്സിൽ വേണം, 4X ബ്രാൻഡ്. അപ്പൊ നമ്മൾ ഈ വന്നെടുക്കണവർ കിട്ടും നോക്കാം. നമ്മൾ കൊറിയർ ചെയ്യണവർ എന്ത് ചെയ്യും? അപ്പോൾ അവർ മേടിച്ചു, നമ്മൾ ഡബിൾ എക്സൽ, അവർ പറയും നമ്മൾ ഡബിൾ എക്സൽ ആയിരിക്കും. അപ്പോൾ അവർ എത്തിയത് കൊള്ളുള്ള സ്ഥലത്ത് നമ്മൾ കാശലാക്കിയിട്ട് അത് കൊള്ളാണ്ട് കയ്യിലിരുന്നിട്ട് എന്താ കാര്യം. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനത് റെഡിമെയ്ഡ് പറയാൻ പറ്റില്ല. എല്ലാം എല്ലാത്തിനും ഐഡിയകളുണ്ട്. എങ്ങനെ വേണ്ടേ, എന്താ വേണ്ടത്, നമുക്കിത് വിജയിക്കാം, അതിനൊക്കെ ഐഡിയ ഉണ്ട്. പക്ഷെ ചുരുങ്ങിയത് ഒരു 10-15 ലക്ഷം കയ്യിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ദൈവത്തിന് എല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്യണൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ചുരിദാറിന്റെ ആൾക്കാർ ഇടുമ്പോൾ ഞങ്ങൾക്ക് അറിയാണ്ടല്ല ഈ ഐഡിയയും. ഞങ്ങൾ പോയപ്പോഴും അതൊക്കെ നോക്കിയത് തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാം ചുരിദാർ ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ്, ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഒരുപാട് കൂടുതലും ഇപ്പൊ നമ്മളൊരു മാളിലേക്ക് എവിടെ പോകുമ്പോൾ ഒരു 10 ആള് സാരി എടുത്തിട്ടുണ്ടെങ്കിൽ 90 ആള് ചുരിദാർ ഇടുന്നവർ തന്നെയാണ്. അപ്പൊ അതറിയാണ്ടല്ല. പക്ഷെ ചിക്ലിയുടെ ഒരു പ്രശ്നമാണ്. അത് സെറ്റായി വരട്ടെ. എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് അനുഗ്രഹം ഒക്കെ കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊരു ബിസിനസ്സിന് വിജയിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മുടെ കൂടെ മാത്രമേ ഈ ബിസിനസ് നടത്തുകൊണ്ട് എല്ലാവരും കൂടെ വേണം അല്ലേ? എല്ലാവരും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മേടിക്കുക അത്രേ അല്ലേ? ഇറക്കുമ്പോ അതിന്റെ നല്ല ക്വാളിറ്റി എവിടുന്ന കിട്ടുക അവിടുന്ന് മേടിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ കാത്തോട്ടെ. വിശന്നിട്ട് ഇന്നാണെങ്കിലും എനിക്ക് ഇന്നലെ ഒരു ഓംപ്ലേറ്റും, ഇന്നലെ രാത്രി ഞാനൊരു ഓംപ്ലേറ്റും ഒരു കുക്കുമ്പറിന്റെ പകുതി കയറ്റം കഴിച്ചിട്ടിരിക്കണ വിശന്നിട്ട് വയ്യാട്ടോ. അപ്പം ഇന്നോട്ട് ഫുഡ് അപ്പം ഞാൻ ഗോതമ്പുട്ട് ഉണ്ടാക്കി, അരിപ്പുട്ട് ഉണ്ടാക്കി, മീൻ കറി ഇരിക്കുന്നുണ്ട്, മീൻ വറുത്തത് ഇരിക്കുന്നുണ്ട്, മുതല ചാറ് പോലത്തെ മാറ്റി വെച്ചു പുട്ടിലേക്ക് എല്ലാം ഇരിക്കുന്നുണ്ട്. വിശന്നിട്ട് എവിടെ പോണോ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് ചായ മതി. ചായ വരെ എന്തെങ്കിലും ചെറുതായിരുന്നു കഴിച്ചു. വലിയ ഹോട്ടലൊന്നുമില്ല, ചായക്കട പോലത്തേനും അങ്ങനെ അങ്ങനെ നിർത്തി ഞാൻ ഏട്ട മേടിച്ചു കൊടുത്തു. വയ ഛർദ്ദിക്കാൻ വന്നു തുടങ്ങി. സമയം ഇപ്പൊ എത്ര മണി ചെയ്യുന്ന? ഒരു 11:30. അതായത് കുണിക്കിനെ എത്തുമ്പോഴേക്കും പ്രയർ സമയം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കുട്ടികൾ എത്തിയില്ല. 2 സ്ഥലത്താണ് ക്ലാസ്സുകള്, സ്കൂളുകള്. LKG UKG 2ാം ക്ലാസ് 3ാം ക്ലാസ് താഴത്ത്. മുകളിലെ റോഡ് മുറിച്ച് കിടക്കണം. അവിടെയാണ് കൊടുക്കേണ്ടത്. കുട്ടികളെ പറഞ്ഞേക്കാൻ പേടി. എന്താ വെച്ചെങ്കില് അവര് ബാത്റൂമിൽ ഇരിക്കണോടത്തൊക്കെ നിറയെ പുല്ല് തന്നെയല്ല. ഓണക്കാലം ആകുമ്പോ ഒരു പൂവുണ്ട്. നിങ്ങളുടെ നാട്ടിലെ പോളസം പൂവെന്നൊക്കെ പറയാം. നിങ്ങളുടെ നാട്ടിലെന്താ പറയാ? കാശിത്തുമ്പ എന്നാ പറയാ? അതെല്ലേ, നിങ്ങളുടെ പോളസം പൂവെന്നൊക്കെ അത് സമൃദ്ധിയായിട്ട് കാട് പിടിച്ചിട്ടാ നിക്കണം. ഉണ്ണിയാള് അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ കുണിക്ക് തെറ്റത്തിരിക്കണം. അതിന്റെ ടെൻഷൻ നല്ലോണം. ഇന്ന് പോയപ്പോഴാണ് കുട്ടി കുണിക്കിരിക്കുന്ന സ്ഥലമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് എഗ്രില്ല. അകിലിന്റെ തൊട്ടപ്പുറോട്ട് പുല്ല, നിറച്ച് പുല്ല. അതൊന്ന് വെട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ സനിയോട് പറഞ്ഞു നമുക്ക് ആളെ വെച്ചിട്ട് വെട്ടിക്കരുത്. സത്യം ടെൻഷനാ. കുട്ടികളല്ലേ, വെട്ടാണല്ലോ. എന്നാലും വേണ്ടില്ല, കാശ് ചെലവാക്കിയാലും വേണ്ടില്ല. അത് ഏറ്റെടുക്കണ്ടല്ലോ. നമ്മള് ഇതിപ്പോ എല്ലാം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ പറയണതല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ മക്കളെന്നല്ല, ഏത് മക്കളായാലും അവർക്ക് പറയാൻ അറിയില്ല, ചിലപ്പോ പറയില്ല. ഇപ്പൊ നമ്മള് പറയുമ്പോ എന്നോട് എല്ലാരും പറഞ്ഞു, ചേച്ചി ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കുട്ടികളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിനെ പറ്റി വീഡിയോ. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി അത് മീറ്റിങ്ങിന് പ്രതികരിക്കണം. ഞാൻ നമ്മള് പ്രതികരിച്ചിട്ട് ഒന്നും ആവണില്ല. നമ്മള് പ്രതികരിച്ചിട്ട് ഒരു കാര്യം ഗവൺമെന്റിൽ എത്തിയേ പറ്റൂ. നമ്മള് കുറ്റക്കാരായി. അതാണ് ഇപ്പൊ ഇന്നലെ കുണുക്കിന് കുറെ കിളികളുടെ ഫോട്ടോ അവരെല്ലാം ചെയ്യണത് നമ്മളാ. അപ്പൊ രാത്രി എല്ലാ പണികളും കഴിഞ്ഞ് പിടിച്ചിട്ട് ഞാൻ 12 മണിക്ക് ഞാൻ ഓർമ്മ ഇത് വെട്ടില് ഒട്ടിക്കല് കാര്യങ്ങൾ ചെയ്തിട്ട് ഇതുകൊണ്ട് എന്താണ് നേടുന്നത് എനിക്കറിയില്ല. ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ പഠിപ്പിൽ ഇതുകൊണ്ട് എന്താണ് ഇവര് നേടുന്നത് എനിക്കറിയാം. ഒരുപാട് അമ്മമാരുടെ പരാതി ഞാൻ കേൾക്കണം. ഒരുപാട് അമ്മമാരുടെ കമന്റ് വരുന്നുണ്ട്. ഇതെന്നെ ചേച്ചി വീട്ടിലെ പണികൾ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലെ പണിയും കഴിഞ്ഞ് കിടക്കുന്ന നേരത്തെ കുട്ടികൾക്ക് ഓരോന്ന് ഇവരെല്ലാം ചെയ്യണത്. കുട്ടികളല്ല, കുട്ടികൾക്കാണെങ്കിൽ അത്യാവശ്യം പഠിക്കാണ്ട്. അവർക്ക് അത്യാവശ്യം ഏറെ പഠിക്കാനുണ്ടാവും. ഈ ഞാൻ എനിക്ക് 8ാനും 8ാനും പഠിക്കാൻ 2 മണിക്കൂർ കഴിയുമ്പോൾ കുത്തിയിരുന്നു. ഈ കുട്ടികളെ 2 മണിക്കൂർ വെട്ടാനും കുത്താനും പഠിച്ച പിന്നെ അവർക്ക് പഠിക്കാനുള്ള സമയം എവിടെയാ?
രാവിലെ വിളിച്ച് സ്കൂളിൽ പോകും. പിന്നെ എപ്പോഴും കുട്ടികൾക്ക് ചെയ്യാൻ ഈ ഒരു ഗവൺമെന്റ് പഠിപ്പിന് ആരെങ്കിലും വീഡിയോ ആണോ ഒന്ന് ഷെയർ ചെയ്ത് അത് ഗവൺമെന്റ് എത്തിയതിനാണ് ഈ ഒരു നിലപാടുള്ള നമ്മൾ പഠിക്കുന്ന കാലത്ത് പഠിപ്പിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഈ പഠിപ്പിനോട് യാതൊരു യോജിപ്പില്ല. കുട്ടികൾക്ക് ഒരു കൊട്ടയ്ക്കിട്ട് പഠിക്കാനുണ്ട്, പിന്നെ വെട്ടാനും നുറുക്കാനും പറക്കാനും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന് പൊന്നു കുഞ്ഞിന് പഠിക്കാൻ പോകുമ്പോൾ ഗൾഫുകാരൻ്റെ ഭാര്യ മാസം ഒരിക്കൽ വരെ പരച്ചരക്ക് പഠിക്കാനോ സാധനം പഠിക്കാനോ ഞങ്ങൾ പുറം ലോകമാണ്. ഈ ടീച്ചർമാർ അത് ഒട്ടിച്ചോണ്ടോ ഇത് ചെയ്തോണ്ടോ ഇതൊക്കെ നമ്മൾ മേടിക്കാൻ പോകണമെങ്കിൽ നമുക്കതിന് സൗകര്യം കൂടി വേണ്ടേ? ഇപ്പോഴത്തെ ആളല്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ ഏത് പാതിരക്ക് പറഞ്ഞ പനിയായിട്ട് ഞാനും പോയിട്ട് മേടിച്ചോണ്ട് ഇപ്പോഴത്തെ ഇതുപോലെ അന്നത്തെ എന്റെ സാഹചര്യം പോലുള്ള പെണ്ണുങ്ങളുണ്ടാവും. അതാ ഞാൻ ഗൾഫുകാരുടെ ഭാര്യമാര് അവർക്ക് എപ്പോഴും പുറത്തു പോകാൻ പറ്റിയില്ലേ. അത് പറയുമ്പോ ഓരോന്ന് മേടിച്ചോണ്ട് പിടിക്കാനും. ഇന്നത്തെ ഈ പഠിപ്പിനോട് എതിർപ്പാട്ടെ. എന്താണെന്ന് വെച്ചാൽ കുട്ടികളോട് അത് മേടിച്ചോണ്ട് ഇത് മേടിച്ചോണ്ട് വീട് ഈ അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരുണ്ടാവും. ഇല്ലെങ്കിൽ അച്ഛനില്ലാത്ത മക്കളെ നോക്കുന്ന അമ്മമാരുണ്ടാവും. ആ അമ്മ വില പണിക്ക് പോയിട്ട് വീട്ടിൽ ജീവിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇത് കുറെ സാധനം മേടിക്കും. പഠിക്കുക ആളുകയാണെങ്കിൽ ഓക്കെ. ഇതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ചിലവായിട്ട് എനിക്ക് തോന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കുണക്കരി സ്കൂളിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നുള്ള കൊറിയർ എത്തിയിട്ടുണ്ട് അല്ലേ. ഓരോ സ്ഥലത്ത് പല സ്ഥലത്താണ്. അപ്പോൾ ഒരു സ്ഥലത്തെ കൊറിയർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി എനിക്കാണ് മൊഡാലിസിൻ്റെ സാരി. പിന്നെ ഇന്നലെ ഞാൻ കൊടുത്ത ബ്ലാക്ക് സാരി ഇല്ലേ, ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനുള്ള സാരി, അത് എൻ്റെ ലോഡാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യുക. ഓക്കെ. ഈ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന നിങ്ങളുടെ ഷോപ്പില്ലേ. ഷോപ്പ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്പ് കേട്ടോ. അപ്പോൾ റെൻ്റിൽ മാത്രമല്ല ഇനി നമ്മൾ സെയിൽ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പേജിലാണ് എല്ലാ മോഡൽ മാലകളും നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുള്ളവരൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള കടക്കാരൊക്കെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് വന്ന് കാണാൻ പറ്റുമോ മേടിക്കണമൊക്കെ. അപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്നില്ല ദൂരമുള്ളവർക്ക്. അപ്പോൾ അവർക്ക് ഓൺലൈനായിട്ടും വന്ന് കണ്ട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓണം സെലിബ്രേഷൻ കുട്ടികൾക്ക് ഇടാൻ പറ്റിയത് നല്ല സിമ്പിൾ പാലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒറിജിനൽ കല്ല് വെച്ച പാലയ്ക്ക് ഉണ്ടാവും. അത് മറ്റത് ഒരു ഇനാമിൽ പോലത്തെയാണ്. ഒറിജിനൽ കല്ല് വെച്ച പാലയ്ക്ക് ഉണ്ടാവുന്നു. പാലയ്ക്ക് കുറവൊന്നുമില്ല. ഒറിജിനൽ പാലയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. സെയിലാണെങ്കിലും നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ സാധനം എത്തിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഒറിജിനൽ കല്ല് സ്വർണ്ണത്തിൽ വെക്കുന്ന ആ കല്ല് വെച്ചിട്ട് പണിത പാലക്കുകളാണ് കേട്ടോ. ഇതൊക്കെ അപ്പോൾ ഈ ഒരു മാലയ്ക്ക് തന്നെ 3000 4000 ആ റേഞ്ച് വരുന്നുണ്ട്. ഈ ഓരോന്ന് എണ്ണം കൂടുന്തോറും നമ്മൾക്ക് മാലയുടെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഒരു 3000 4000 ഒരു ഓണം സെലിബ്രേഷന് വില കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വില കൂടി എന്നുള്ള പ്രശ്നം. കുറച്ചിട്ട് കഴിഞ്ഞാൽ അയ്യോ വില കുറഞ്ഞല്ലോ. അപ്പോൾ മീനാമ്പലല്ലാതെ എന്താ പാലക്കാട് കല്ലല്ലോ. പാലക്കാട് കല്ല് നിങ്ങൾ അന്വേഷിച്ച് നോക്കുമോ? പാലക്കാട് നമ്മൾ സ്വയം സ്വർണ്ണത്തിലേക്കിനെ കല്ലുള്ള മാലകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിൽ വെച്ചിരിക്കുന്നത് ഇത്ര രൂപയുടെയൊക്കെയാണ്. 4000 5000 റേഞ്ചിലൊക്കെ വരുന്ന പാലക്കന്മാരാണ്. പക്ഷെ നമുക്കതൊരു 700 റേഞ്ചിൽ റെൻറ്റിന് കൊടുത്താൽ പോലും ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമുക്കത് കളറ് പോയി എന്ന് വെച്ചാൽ എല്ലാവരും ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് സെറ്റിംഗ് സ്പ്രേ അടിക്കുക, ഹെയർ സ്പ്രേ അടിക്കുക, ഹെയറിൻ്റെ സെറ്റിംഗ് സ്പ്രേ അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് തുരുമ്പ് വരിക. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കിത് മുതലാവണ്ടേ? ഒരു ഫൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. അപ്പോൾ അവർക്ക് അത് 200 രൂപയ്ക്ക് ആ മാല കിട്ടുന്നത്. 12000 രൂപയ്ക്ക് മേടിച്ച മാല ഞാൻ എങ്ങനെ 200 രൂപയ്ക്ക് കൊടുക്കുക? ഒന്ന് നിങ്ങൾ ആലോചിക്കണം. ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഒരു മാന്യതയുള്ള കാര്യമാണോ ചോദിക്കണേന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചോദിക്കണം. ചോദിച്ചു ഞാനുള്ള നേരാണെങ്കിൽ ആ 200 വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് കൊടുന്നതെന്ന് പറയും. എന്താ വെച്ചാൽ നമ്മള് അത്രയും നമ്മള് സൗജന്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അല്ല അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരും. 200 12000 രൂപയുടെ മാല 200 രൂപയ്ക്ക് റെന്റിന് ചോദിച്ചാൽ അത് ഞാൻ ചിലപ്പോ വെറുതെ കൊടുക്കുന്നുണ്ട്. റെന്റ് വേണ്ട, പൂതിക്ക് വേണ്ട ഇട്ടിട്ട് വരട്ടെ. അല്ലാണ്ട് എന്തെന്നതിനൊക്കെ പേര് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാരെ ഒരു തരം ഉണ്ട്. ഒരേ മോഡലിലെ സാധനങ്ങളൊക്കെ അറിയണം. പക്ഷെ ക്വാളിറ്റി വ്യത്യാസം വരുമ്പോൾ എന്താ വെച്ചാൽ ലോക്കൽ ക്വാളിറ്റി. ഇതൊക്കെ ലക്ഷ്മി ഇരിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ പെർഫെക്റ്റ് അത്രയും ഓക്കെ എന്നുള്ള സാധനം മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. ഇതിപ്പോൾ ലൈറ്റിൻ്റെ അടുത്ത് ഇത്രയും മഞ്ഞപ്പോന്ന് അത്രയും നല്ല ആൻറ്റി കളക്ഷനാണ് കേട്ടോ. നാഗ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ എന്തൊരു ഭംഗിയുള്ള കുഞ്ഞ കല്ലുകളും ഡയമണ്ട് പോലെയെന്ന് പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല.
ഇത് കണ്ട ഇപ്പം നിങ്ങൾക്ക് എൻ്റെ നിറം മനസ്സിലായില്ലേ, നേരത്തെ അതൊരു മഞ്ഞപ്പൂ പോലെ കാണാം കേട്ടോ. കണ്ടത് ഇങ്ങനെ നോക്കി കൃഷ്ണൻ രാധയ്ക്കൊക്കെ എന്ത് രസമാണ് കണ്ടോ. അങ്ങനെ ആൾക്കാർക്ക് വെറുതെ കിട്ടണം, ഞാൻ എന്ത് ചെയ്യും, എനിക്കാരും വെറുതെ തരണ്ടേ കൊടുക്കാൻ. നമ്മുടെ ഒരു അക്കൗണ്ടിട്ട് ഇന്നലെ കൊടുത്ത ഞാൻ ബ്ലാക്ക് സാരിക്ക് എനിക്ക് ആ പെൺകുട്ടി നെഗറ്റീവ് ഉണ്ട്, ഒരു പെൺകുട്ടി കേട്ടോ ഇൻസ്റ്റയിൽ ലോക്കൽ ലുക്കാ സാരി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി ഇട്ടുണ്ട് കേട്ടോ, നല്ല സാരി കേട്ടോ, ഒരു ലോക്കൽ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ലോക്കൽ ഇറക്കണമെങ്കിൽ ഒരു വിഷയമില്ല, ഞാൻ ലോക്കൽ സാധനങ്ങൾ ഇറക്കണമെങ്കിൽ ഒരു വിഷയമില്ല, സാധനങ്ങൾ വിറ്റ് പോണേല്. എനിക്ക് 99 രൂപ തൊട്ട് സാരികൾ സ്റ്റാർട്ടിങ് കിട്ടും. 99 രൂപ, 299 രൂപ, 30 രൂപ തൊട്ട് സാരി ഉണ്ട്. 299 രൂപയുടെ സാരി 2000 രൂപയ്ക്ക് വിൽക്കണവരുണ്ട്. ഞാനിത് നേരിട്ട് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയൊന്നും കള്ളത്തന്നെ ചെയ്യാൻ അറിയാത്തതായിരിക്കും ഞങ്ങളുടെ പരാജയ സത്യമാണ്. ബിസിനസ് നമ്മളെ നല്ല മനസ്സോടുക്കനെ ചെയ്യണവർക്ക് പറ്റിയതല്ല, കള്ളത്തരം ചെയ്യണവർക്ക് മാത്രമാണ് ബിസിനസ് ട്രിക്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കണവർക്ക് ബിസിനസ് ഒരിക്കലും ഗതി പിടിക്കില്ല. പക്ഷെ എന്താ ചെയ്യണ കാര്യത്തിൽ നമുക്കതിൽ കുറച്ച് എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിൽ സത്യസന്ധത വേണമെന്ന് ചിന്തിക്കണോണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സാരി ബിസിനസ് അതിൽ എന്തെങ്കിലും വരും ഇല്ല അതൊന്നും പറയില്ല. പക്ഷെ വന്നാലും അത് നമ്മൾ മാന്യമര്യാദയായിട്ട് ഡീൽ ചെയ്യാൻ അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കും. എന്താ വെച്ചാൽ നമ്മളോട് മാന്യമര്യാദയിൽ പെരുമാറി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തിരിച്ചു ആ ഒരു മാന്യതയോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും അടുത്ത് നിൽക്കുക കേട്ടോ. അല്ലാണ്ട് ഇന്നാളൊരു ചെക്കൻ വിളിച്ചിട്ട് നമ്മൾ ഒരു മാല അയച്ചു, അവൻ മാല ഇറങ്ങി അന്നോട്ട് തുടങ്ങിയതാ. എന്ത് മാല? അതിനെന്താ പറയുക, മംഗല്യസൂത്രം. ആ മാലയ്ക്ക് വേണ്ടിയിട്ട് ആ ചെക്കൻ ഇങ്ങനെ ചെറിയ ചെക്കന 10-21 വയസ്സിലാണ്. അവൻ്റെ ലവറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ചേച്ചി 300 രൂപ വിളിച്ചു, ചേച്ചി 400 രൂപ, ചേച്ചി അത് ഇട്ടൊരു ബാക്കി ആ കാശ് ഞാൻ പിന്നിട്ടു. അപ്പോൾ മോള് പൊന്നു പറഞ്ഞു കാശ് ഫുൾ എമൗണ്ട് പേ ചെയ്യാണ്ട് അയച്ചു തരാണ്. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം കാശ് ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ട് അവൻ അയച്ചു കൊടുത്തപ്പോൾ അവൻ വിളിച്ചിട്ട് പറയാം അതെ എന്താ തീരുമാനം എടുക്കണത്. അപ്പോൾ പൊന്നു ചോദിച്ചു എന്ത് ചോദിച്ചു, എനിക്ക് കൊറിയർ കിട്ടി പക്ഷെ അതിൽ മാലയില്ല. അപ്പോൾ അവൾ പൊന്നു പറഞ്ഞു ഞാനാണത് പാക്ക് ചെയ്ത്, നമ്മളൊരു സ്റ്റാഫാണ് പാക്ക് ചെയ്ത് വെച്ചാൽ നമുക്കറിയില്ല അവരെന്താ ചെയ്തതെന്നല്ല നമുക്ക്. പൊന്നു പറഞ്ഞു നിനക്കുള്ള കൊറിയർ ഞാനാണ് പാക്ക് ചെയ്ത് ഒട്ടിച്ച് അയച്ചത്, അതിൽ നീ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന്. എന്നിട്ട് അവൻ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അവൻ അതേ സോറി കേട്ടോ എൻ്റെ പറ്റിച്ച അദ്യമാണ് അതിലുണ്ടായിരുന്നു കേട്ടാണ്. ആരാണ് അതിൻ്റെ പിന്നിലായിട്ട് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നോ അവൻ വിളിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ട് പോയി അത് എൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ കളിപ്പിച്ചതാ, അത് മാല മാറ്റിയിട്ട് ഫ്രണ്ട്സുകൾ അതെങ്ങനെ ഒരു കൊറിയർ നമ്മുടെ കയ്യിലിട്ട് നമ്മൾ പൊളിക്കുമ്പോൾ ഒരു ഫ്രണ്ട്സുകൾ അത് ഇങ്ങനെ മറിച്ചേക്കുന്നത്. അവ എന്തോ ഒരു ഉടായ്പാണ്. അപ്പം അങ്ങനത്തെ ഉടായ്പകളോട് നമുക്ക് തിരിച്ചു ഉടായ്പ രൂപത്തിൽ തന്നെയാണ് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഉറപ്പ്. അതിൽ യാതൊരു വിധ സത്യസന്ധമായിട്ട് നിങ്ങൾ ഞങ്ങൾ കൊറിയറിന് എന്തെങ്കിലും പ്രശ്നമോ കംപ്ലൈൻറ്റ് ഞങ്ങളുടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് നമ്മൾ തീർച്ചയായിട്ടും മാന്യതയായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. അതിലിനിപ്പോൾ എന്ത് നഷ്ടലാഭം വന്നാലും അതേപോലെ അതിനായിട്ട് ഒരു ഹോട്ടൽ നടത്തി റെസ്റ്റോറൻറ്റ് ഒരു 15 ലക്ഷത്തോളം ഞങ്ങൾക്ക് കട വന്നെങ്ങനെ തരും. എല്ലാവർക്കും ശമ്പളം മുടക്കാണ്ട് പെറ്റിച്ചും പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ കട ഒന്നും വരില്ല. പക്ഷെ നമ്മുടെ റെസ്റ്റോറൻറ്റ് 9 പണിക്കാരുണ്ട്. ആ 9 പണിക്കാർക്കും 1 രൂപ പോലും നമ്മൾ കൊടുക്കാനില്ല. അതാണ് ഏറ്റവും രസമല്ലേ. എത്രയോ ഹോട്ടലുകൾ പണിയെടുത്ത് ഹിന്ദിക്കാർക്ക് സാലറി കിട്ടാണ്ട് അവരെ പറ്റിക്കണമുണ്ട്. പക്ഷേ അതല്ല ഞങ്ങളുടെ ഷോപ്പിൽ പണിയെടുത്ത് ജോലി ചെയ്തവർക്ക് ഇന്ന് വരെ സാലറി. ഇപ്പം ഞങ്ങൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടും ഇന്നും ഞങ്ങളുടെ സ്റ്റാഫ് ആ കുട്ടി തന്നെയാണ്. ആ ഡിസംബർ വരെ ആ കുട്ടി നവംബർ വരെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ കല്യാണം കാര്യങ്ങളായി. അപ്പം നമുക്ക് രക്ഷയില്ല, വേറെ ആളെ വച്ചേ പറ്റൂ. ഇന്നലെ ഒന്ന് പറഞ്ഞു ചേച്ചി ഡിസംബർ 24-ാം തീയതി എൻ്റെ കല്യാണം, അപ്പം ഞാൻ നവംബർ വരെ ഉണ്ടാവുള്ളൂ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചെത്താൻ പറ്റില്ല. അപ്പോൾ സാലറി 10 ദിവസം വൈകിട്ട് പരമാവധി കറക്റ്റ് ടൈമിൽ തുടങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും 5-10 ദിവസം വൈകിയാലും കറക്റ്റ് സാലറി ഞാൻ കൊടുക്കാണ്ട് നേരെ കുട്ടിയെ പറ്റിക്കോ കാര്യങ്ങളോ ചെയ്യില്ല. അല്ലെങ്കിൽ അവിടെ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും കാര്യം പറയും. എന്താ വെച്ചാൽ സാലറി കൊടുക്കാണ്ട് അങ്ങനെ നിൽക്കുക കാര്യങ്ങൾ ചെയ്യുക ഒന്നുമില്ല. നമ്മളുടെ എൻ്റെ ഏതൊരു ബിസിനസ് ഞാൻ എന്നായിട്ട് നടത്തുകയാണെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സത്യസന്ധത വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇവിടുത്തെ നിർഗതിയില്ലാത്ത 9 പണിക്കാരെ വെച്ച് ഹോട്ടലിൽ നടത്തിയിട്ട് ഞാനൊരു 20 മണിക്കൂറാരും ജോലി ചെയ്യും. എന്നിട്ട് എനിക്കൊരു ശമ്പളം കിട്ടിയില്ല. ഉള്ള സ്ഥലം പറമ്പ് പോയി, അതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു എന്താണ് ഒരാളുടെ ശാപം ഞങ്ങളുടെ തലക്കില്ല.
അതോടെ ഇപ്പം ഞാൻ പറയട്ടാ, അവിടുന്ന് ആ ഹോട്ടലിൽ അടച്ചിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ടൈറ്റിലും കാര്യങ്ങളായോടുന്ന് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളുടെ ലൈഫ് നല്ല ഭംഗി പോലെ മുന്നോട്ട് കുറേ പ്രശ്നങ്ങൾ കാര്യം ഉണ്ടെങ്കിൽ പോലും ക്യാഷിൻ്റെ പ്രശ്നം തന്നെ, അത് ദാരിദ്ര്യമൊന്നുമില്ല ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ നമ്മൾ ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ദാരിദ്ര്യക്കാരല്ല. അപ്പോൾ അങ്ങനെ പോലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന വരെ ദൈവം തോൽപ്പിക്കാണ്ട് ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ സമയത്ത് ദൈവം ഞങ്ങളൊപ്പം നിന്ന്, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്ന പോലത്തെ ഒരാളെ ദൈവം ചിലപ്പോൾ ഞങ്ങൾക്കൊപ്പം നിന്ന് സത്യമാണ്. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോട് പറയും എല്ലാവർക്കും സഹായിക്കും, എല്ലാവരുടെ വിഷമം കണ്ടാലും കൈയറി ഞാനും തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലൈഫ് എന്തായിരുന്നു അമ്മ ഇങ്ങനെ, ഞങ്ങളുടെ മോൾക്ക് എൻ്റെ അസുഖങ്ങൾ ദൈവം തന്നു, ഓരോ ഓപ്പറേഷൻ കാരണം പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തന്നെ. അപ്പോൾ അമ്മ പറയും അത് നീ ആരെ സഹായിച്ചാലും അവർ നിന്നെ സഹായിക്കും, വേറൊരാൾ നിനക്കായിട്ട് സഹായിക്കാണ്ടാവും. സത്യമാണ്. ഇന്ന് എനിക്ക് ദൈവം പോലെ ചെയ്തായിരിക്കും, ദൈവം എനിക്ക് വേണ്ടി മുകളിൽ നിന്ന് ഇറങ്ങി വന്നതായിരിക്കും ആ ഒരു വ്യക്തിനെ. ചിലപ്പോൾ നമ്മുടെ ആ ഒരു മനസ്സിനായിരിക്കും ഒരാൾ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നമ്മളതിനെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ നിൽക്കണ്ടെങ്കിൽ നമ്മളെ നട്ടെല്ലിൻ്റെ ബലം കൊണ്ട് നമ്മൾ നിൽക്കല്ലേ. തണ്ടലിനെ എന്തിനെ പറ്റി നമ്മളിങ്ങനെ നിൽക്കില്ല, കെടുപ്പാവും. ഇന്ന് ഞങ്ങൾ നിൽക്കണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു നട്ടല് പോലത്തെ ഒരാൾ ഞങ്ങളെ ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരു ദൈവപുത്രി എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരാൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളൊപ്പം എന്തെങ്കിലും ഒരു അവസ്ഥയിൽ താങ്ങാനും കൂടെ കൈപിടിച്ച് ഏൽപ്പിക്കാനും, നമ്മൾ വീണ് കഴിഞ്ഞാൽ ഒരു വിരൽ തന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താ അല്ലേ. പക്ഷേ ഞങ്ങൾക്കത് വിരലല്ല തരുന്നത് കേട്ടോ, കൈത്തണ്ടാണ് തരുന്നത്, ഒരു വിരൽ കൂടെയല്ല കൈൻ്റെ തണ്ടാണ് തന്നിട്ട് ഞങ്ങളെ ഉയർത്തി ഏൽപ്പിക്കുന്നത്. അത്രയും സ്ട്രോങ് ആണ് ഞങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ. അതും ചിലപ്പോൾ എൻ്റെ അന്വേഷൻ്റെയും മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ലൈഫിൽ ദൈവം ഞങ്ങൾക്കായിട്ട് ആ ചേച്ചീനെ കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ നെഗറ്റീവായിട്ട് കാണുമ്പോൾ നെഗറ്റീവായിട്ട് കാണാം, പോസിറ്റീവായിട്ട് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാം. നമ്മുടെ ഒരു നേരം നമുക്ക് റെസ്റ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഓടുകൊണ്ട് കിടക്കുക ജീവിതത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടും നെഗറ്റീവ് ഞാൻ കേൾക്കുന്നുണ്ട് പല വഴിക്കും. അപ്പം അതൊന്നും നമുക്ക് വിഷയമില്ല, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് അല്ല. അപ്പോൾ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞത് വീണ്ടും നമ്മൾ സെയിലും കാര്യങ്ങളും റെൻറ്റിലൊക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പ് ഒന്നുകൂടി ഉണ്ട്. നമ്മുടെ കുന്നംകുളത്ത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ മഹാലക്ഷ്മി എന്നാണ് നമ്മുടെ ഇൻസ്റ്റ പേജിൻ്റെ പേര്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം മഹാലക്ഷ്മി ഇൻസ്റ്റ പേജിലേക്ക് അതിലെല്ലാം നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ കോളുകൾ ചിലപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വലിയ ഉണ്ടോളം കൊണ്ടാക്കുന്നതായിരിക്കും. കൃപ നമ്മുടെ സെയിലാണ് കേട്ടോ, സാരിയുടെയും ഓർണമെൻറ്റ്സിൻ്റെയും. റെൻറ്റിൽ കൊടുക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ഇൻസ്റ്റ. അപ്പോൾ 2 ഫോളോ ചെയ്യുക. അപ്പോൾ ചിലർക്ക് എല്ലാവർക്കും കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, കല്യാണ സമയമൊക്കെ ആകുമ്പോൾ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയുടെ ഉള്ളിലൊക്കെ ഒരു ബ്രൈഡൽ സെറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ സെറ്റുകളൊന്നും അങ്ങനെ, എന്നാലും നമ്മുടെ കുഴപ്പമില്ലാത്ത കുറേ സെറ്റുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ കഴിയും. നമ്മൾ മുന്നെടുത്ത ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി കുറവിനൊക്കെ അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോയാലോ, നമ്മൾ മുന്നോട്ട് ട്യൂഷനാക്കിയിട്ട് അതുകൊണ്ട് അപ്പോൾ ട്യൂഷൻ വിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം. ബൈ. നമ്മുടെ സ്റ്റാഫ് ഇപ്പോൾ പോയുള്ളൂ കേട്ടോ. പോവാം. ബാക്കി വെള്ളം നമുക്ക് ഗോതമ്പൂട്ട് അതിൻ്റെ ഭയങ്കര വെള്ളതാ, ഛർദ്ദിക്കാൻ പറ്റും, നാവ് ഇറങ്ങി പോകണ പോലത്തെ ഒരു ഫീൽ. അപ്പോൾ ബൈ. റെസ്റ്റില്ലായ്മയുണ്ട് കേട്ടോ അല്ലേ. ഇനി കുറേ കാര്യം കടയുമ്പോൾ ചെയ്യാണ്ട്. അപ്പോൾ നമ്മുടെ കടയുടെ ഷോപ്പ് ഒരു പുതിയ മോഡലിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയില്ല, ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞത്. ബഡ്ജറ്റിൽ ഒതുങ്ങാനും നമ്മളത് വേണ്ടാന്ന് വെച്ചോട്ടാ. ഇനി നമുക്ക് പറ്റിയൊരു നല്ലൊരു ഡിസൈനറെ കാണുകയാണെങ്കിൽ നമ്മൾ ഷോപ്പ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് നമുക്ക് ഒരുപാട് ഹെവി ഒക്കെ ആകുമ്പോൾ നമുക്ക് പറ്റില്ല. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ആൾക്കാരെ കാണുകയാണ് എന്താണെങ്കിൽ നമ്മുടെ ഷോപ്പ് ഇന്ത്യയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രൈഡൽ സാരിയുടെ ഒരു ഷോപ്പായിട്ട് വരണമെന്നുണ്ട്. ആഗ്രഹങ്ങൾ പറയാമല്ലോ. അപ്പോൾ ഇതൊന്ന് ഇന്ത്യയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്രൈഡലിൻ്റെ സാരി കൊടുത്തിട്ട് വിൽക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ജസ്റ്റ് നമുക്ക് റേറ്റ് ഒരുപാട് പറ്റില്ല, ഒരു ആവറേജ് റേറ്റ് കുറവുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉപ്പുമുളക് ലൈറ്റിനാണ് ഇൻസ്റ്റാ പേജ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഒരുപാട് റേറ്റിൻ്റെ പറ്റില്ല, നമുക്ക് നമ്മുടെ കുക്കിൽ ഒതുങ്ങാൻ തന്നെ നമുക്ക് ഒത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഷോപ്പാട്ടോ.
അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പണികൾ മാത്രമേ ഉള്ളൂ, അത്രയ്ക്കൊന്ന് നമുക്കൊന്ന് പുതുക്കി കിട്ടാം, അതാണ് വേണ്ടത് കേട്ടോ. പോവാം. അല്ല, ഒറ്റയ്ക്ക് നമുക്ക് 2, 3, 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ബൈ.